ഐഡിയാസ്. അപ്പൊ നമുക്ക് എന്തായാലും എന്താണ് ഒരു കഥാപാത്ര നിരൂപണം നമുക്ക് ഈ ഒരു വർഷം പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതെങ്ങനെ എഴുതണം എന്ന് നോക്കിയാലോ, അല്ലെ? നമ്മൾ വെറുതെ പഠിച്ചത് കൊണ്ട് എന്താണ് നമുക്ക് കഥാപാത്ര നിരൂപണം കൃത്യമായിട്ട് എഴുതാൻ പറ്റി എന്ന് നമുക്ക് വരില്ല. അതുകൊണ്ട് എങ്ങനെ എഴുതണം എന്നുള്ള ഒന്ന് രണ്ട് മോഡൽസ് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. ആദ്യം നിന്ന് നമുക്ക് കിട്ടുമാവൻ എന്ന കഥാപാത്രത്തിന്റെ കഥാപാത്ര നിരൂപണം ഒന്ന് പഠിക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എഴുതുന്ന സമയത്ത് നമുക്കറിയാം മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പാഠഭാഗം, എഴുത്തുകാരൻ എന്നിവയൊക്കെ ആദ്യ ഭാഗത്ത് കൊടുക്കണം. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന തകഴി ശിവശങ്കര പിള്ളയുടെ മനോഹരമായിട്ടുള്ള ചെറുകഥയാണ് കിട്ടുമാവൻ. വിശപ്പ് എന്ന പ്രതിഭാസത്തെ മുഖ്യ അനുഭവമായും വൈകാരികമായ അവസ്ഥയായും കഥാപാത്രങ്ങളുടെ കേന്ദ്ര സ്വഭാവമായും കിട്ടുമാവൻ എന്ന കഥ ആവിഷ്കരിക്കുന്നു. ആദ്യം എന്താണ് കിട്ടുമാവൻ എന്ന കഥയിൽ ആവിഷ്കരിക്കുന്നത് എന്നുകൂടെ പറയാം. എഴുതിയതാരാണ്, തലക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതിലെ ആശയം എന്താണെന്ന് ചുരുക്കിയ വാക്കിൽ പറയാം. എന്നിട്ട് പറയാം ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് ആര്, കിട്ടുമാവൻ. അല്ലെ, സ്വന്തം വിശപ്പിനെ ആഘോഷമാക്കി കാണുന്ന കിട്ടുമാവൻ അമിത ഭക്ഷണപ്രിയനാണ്. കേന്ദ്ര കഥാപാത്രമാണ് എന്നതിന് ശേഷം നിങ്ങൾ എഴുതുക, സ്വന്തം വിശപ്പിനെ ആഘോഷമായി കാണുന്ന കിട്ടുമാവൻ അമിത ഭക്ഷണപ്രിയനാണ്. വിഭവസമൃദ്ധമായി ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറിയത് തന്നെ ഭക്ഷണഭ്രമത്തെ ഇരട്ടിയാക്കുന്നു. ഭാര്യയുടെ സഹായത്തോടെ എല്ലാ നേരവും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം അതിനു വേണ്ടിയിട്ട് എന്താണ്, ഭാഗം കിട്ടിയപ്പോൾ കിട്ടിയ സ്വത്ത് മുഴുവൻ വിറ്റുതുലയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യ ഒരു പാരഗ്രാഫ് കൊടുത്തു, രണ്ടാമത്തെ പാരഗ്രാഫ് മുതൽ ഇത് വിശദീകരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കുറെ സംഭാഷണങ്ങളൊക്കെ ഉണ്ട്, ഭാര്യയോട് പറയുന്നത്, എന്തൊക്കെ വിഭവങ്ങൾ വേണമെന്ന് പറയുന്നത്, അങ്ങനത്തെ സംഭാഷണങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ആർത്തിയെ നമ്മൾ എന്ത് ചെയ്യണം, കാട്ടണം. ഓക്കെ, ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാത്ത അയാൾ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം ഉണ്ടോ എന്ന് പോലും നോക്കാറില്ല. കിട്ടുമാവൻ അധ്വാനിയാണ്. ജോലിയെല്ലാം അടുക്കും ചിട്ടയോടും അദ്ദേഹം വൃത്തിയായി ചെയ്തു തീർക്കുന്നു. അത് കഴിഞ്ഞാൽ ഭക്ഷണമാണ് മുഖ്യം. ഭക്ഷണപ്രിയം സമ്പത്തെല്ലാം നശിപ്പിക്കുമ്പോൾ പിന്നീട് കാപ്പിക്കച്ചവടവും കപ്പക്കച്ചവടവും നടത്തുന്നു. അപ്പോഴും കിട്ടുമാവന് തിന്നു തീർക്കാൻ തികയുന്നില്ല. ഭക്ഷണം തികയാതാകുമ്പോൾ വല്ലതും തരണേ, കഞ്ഞിവെള്ളമായാലും മതി എന്ന് പറഞ്ഞ് നിലവിളിച്ച് വീടുകൾ തോറും അലയാൻ തുടങ്ങി. ആർക്കും ഭക്ഷണം കൊടുക്കാൻ ധൈര്യമില്ല. കാരണം വല്ലതും വിളിച്ചു കൊടുത്താൽ പിന്നെ അവിടെ നിന്നും പോകില്ലായിരുന്നു. ഭക്ഷണം കഴിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആസക്തി അവസാനം കിട്ടുമാവന് ഭ്രാന്താണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഭക്ഷണം കഴിച്ച് സുഖലോലുപതയിൽ ജീവിക്കുന്നവരെ കണ്ടോ, നമ്മൾ അവസാനം എഴുതുന്ന സമയത്ത് ഈ സമൂഹത്തിലുള്ള ഒരു കഥാപാത്രമാണോ അദ്ദേഹം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഭക്ഷണം കഴിച്ച് സുഖലോലുപതയിൽ ജീവിക്കുന്നവരെ നിശിതമായി വിമർശിക്കാൻ ഉതകുന്ന കഥാപാത്ര സൃഷ്ടിയായിട്ട് കിട്ടുമാവൻ മാറുന്നു. കുറെ കഥാപാത്രങ്ങൾ എന്ന സമാഹാരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ കഥ അമിത ഭക്ഷണപ്രിയർക്ക് ഉള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. അടുത്തത് നമ്മുടെ ദയയാണ്. ദയ എന്ന് പറയുന്ന കഥാപാത്രത്തെയും ഇതേപോലെ തന്നെ പാഠം എഴുതിയത് ആരാണ്, MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ, അല്ലെങ്കിൽ എന്താണ്, MT വാസുദേവൻ നായരുടെ കൃതിയാണ് ദയ എന്ന് പറയുന്ന കൃതി. അല്ലെ, MT വാസുദേവൻ നായരുടെ തൂലികയിൽ നിന്നും വിരിഞ്ഞ ഒരു കൃതിയാണ് ദയ. അതുപോലെ തന്നെ എന്താണ്, ഇത് സിനിമയാക്കുകയുണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെ, നമ്മുടെ അറബി കഥകളിലെ 1001 രാവുകളിലുള്ള ഒരു അയഞ്ഞ ഒരു കഥയാണ് ദയ എന്ന് പറയുന്നത്. അതിന് ചിറകും രക്തവും മാംസവും ഒക്കെ കൊടുത്ത് എന്താണ് വലിയൊരു കഥയാക്കി മാറ്റിയത് MTയുടെ കലാപരമായിട്ടുള്ള മികവ് തന്നെയാണ്. അതിലെ കേന്ദ്ര കഥാപാത്രം ദയ എന്ന് പറയുന്ന ഒരു എന്താണ് അടിമ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ശേഷം നമ്മൾ പറയണം, സ്വന്തം ബുദ്ധിവൈഭവം കൊണ്ട് ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കഥാപാത്രമാണ് ദയ. മന്ത്രി മരിച്ചതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്ന് ബുദ്ധിമാനായ ഒരാളെ കണ്ടെത്താനും അയാൾക്ക് ചുമതല നൽകാനുമുള്ള ശ്രമത്തിലായിരുന്നു രാജാവ്. അത്തരം ഒരു അവസരത്തിലാണ് രാജാവിന്റെ സഭാമണ്ഡപ പരിസരത്തിലേക്ക് ദയ കടന്നു വരുന്നത്. അമ്പെയ്ത്ത് മത്സരത്തിലാണ് ആദ്യം ദയ പങ്കെടുക്കുന്നത്. 5 അമ്പുകൾ ലക്ഷ്യത്തിലെത്തിച്ച് വിജയം നേടാൻ ദയക്ക് കഴിഞ്ഞു. തുടർന്ന് വാൾപ്പയറ്റ് മത്സരമായിരുന്നു. സമയം നീട്ടിക്കൊണ്ടു പോകാതെ മിന്നൽ വേഗത്തിൽ ദയ എതിരാളികളുടെ വാൾ തെറിപ്പിക്കുന്നു. പിന്നീട് കുതിരയെ മെരുക്കി മൈതാനത്തിലൂടെ ഓടിക്കുന്ന മത്സരമായിരുന്നു. അതിലും അവൾ വിജയം കൈവരിക്കുന്നു. ആ കഥ മൊത്തം എഴുതിയാൽ മതി. അവൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ അവളുടെ ബുദ്ധി വൈഭവം നമുക്ക് പ്രകടമാകുന്ന ഒരു സന്ദർഭമാണ് അവൾ ചതുരംഗക്കളിയിൽ, അല്ലെ, നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചതുരംഗക്കളി വിശദീകരിക്കാം. ഓക്കെ, ചതുരംഗ മത്സരമായിരുന്നു. ചതുരംഗ മത്സരത്തിൽ അതിവിദഗ്ധന് നല്ല രാജതന്ത്രജ്ഞൻ ആകാൻ കഴിയുമെന്ന് രാജാവ് പറയുന്നു. ചതുരംഗക്കളിയിൽ വിജയിക്കാമെന്ന് ദയ
ദയയ്ക്ക് എന്താണ് അത്രയധികം ആത്മവിശ്വാസമുണ്ട്. എന്നാൽ രാജാവിനെ തോൽപ്പിച്ച് വിജയം നേടുന്നത് ശരിയല്ല എന്ന് അവൾ കരുതുന്നു. കാരണം ജനങ്ങൾക്ക് മുൻപിൽ രാജാവിന്റെ സ്ഥാനം കുറയാൻ അത് ഇടയാകും. ബുദ്ധിവൈഭവം, ദൃഢനിശ്ചയം, ലക്ഷ്യബോധം, തന്ത്രപരമായ ഇടപെടൽ എന്നിങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കഴിവുകളുള്ള ദയ എന്ന കഥാപാത്രം വായനക്കാരുടെ കാഴ്ചക്കാരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ കഥാപാത്ര നിരൂപണം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, തലക്കെട്ട് കൊടുത്തോളണം. തലക്കെട്ട് കൊടുക്കുക, പാഠഭാഗം കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക, ആ പാഠഭാഗത്തെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ഇതിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയാം. പിന്നീട് ആ കഥയൊക്കെ പറഞ്ഞ് അവരുടെ സംഭാഷണം, സന്ദർഭം ഇതൊക്കെ കൊടുത്തൊരു പാരഗ്രാഫ് കൊടുത്ത് അവസാനത്തെ പാരഗ്രാഫിൽ അല്ലെ നമ്മുടെ സമൂഹത്തിന് നല്ലൊരു മാതൃകയാക്കാവുന്ന കഥാപാത്രമാണെങ്കിൽ അങ്ങനെ പറയാം, മോശമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയും പറഞ്ഞിട്ട് വേണം അവസാനിപ്പിക്കാൻ. ഇപ്പം നിങ്ങൾ ഒരു കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് 1.5 പുറം എഴുതണം. ഒരു 3 പാരഗ്രാഫെങ്കിലും നിങ്ങളുടെ എസ്സേക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ ഒരു പാരഗ്രാഫ്, ഇവിടെ ഒരു പാരഗ്രാഫ്, ഇതിൻ്റെ അപ്പുറ ഭാഗത്തും നിങ്ങൾ എഴുതിക്കൊള്ളണം. അങ്ങനെ 6 മാർക്കിന് ഈ രീതിക്ക് 1.5 പുറമായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. വൃത്തിക്ക് എഴുതുക, നന്നായിട്ട് എഴുതി പഠിക്കുക. എല്ലാവർക്കും എന്താണ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.